ചപ്പവും ബിസ്ക്കറ്റും. ഞാനുണ്ടല്ലോ. ഞാൻ ഉണ്ടല്ലോ, തങ്കച്ചൂടെ ഉണ്ടല്ലോ. ഉണ്ട്. ആ അതാ പെണ്ണിന് തിന്നാൻ വേണ്ടി എടുത്തു വെച്ചേക്കണതാ. ദേടാ പെണ്ണെന്ത് പറക്കിടുന്നുള്ള ആനയോ വഴിയിൽ നിന്ന് തിറ്റിക്കൊണ്ടുപോകാൻ അകത്ത് കൊണ്ടുവച്ച് ചൂട് ചായ കൊടുത്താ പോരെ. അവള് വിശന്നായിരിക്കും വരുന്നത്. വല്ലാത്ത പുല്ലാൻ പൂച്ചോടോ. നീ ഇതൊന്നും കണ്ടിട്ടില്ലേ? ഞാൻ കണ്ടിട്ടില്ല. ഞങ്ങള് ബംഗാളികളാണല്ലോ. ഒരു സിനിമയ്ക്ക് പോമേ, കോമഡി സിനിമ ആണ്. ഒരു മൂടില്ല. എന്താ കൊച്ചിനെ കാണുമ്പോൾ വെറുതെ കരഞ്ഞ് സീനാക്കാൻ നിൽക്കരുത്. ഈ ചിരിച്ച മുഖത്തോട് നിൽക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോ അമ്മയുടെ പൊന്നു വാ വേഗം. ദേ അമ്മ നിനക്ക് അച്ചപ്പം ഇഷ്ടായതുകൊണ്ട് ബിസ്ക്കറ്റ്. ഓ വേണ്ട, കഴിക്കാനൊരു പിന്നെ വാ. അല്ല, ഞാൻ ഡ്രസ്സ് മാറിട്ട് വരാം. ഇത് ഭയങ്കര ചൂട്. പോരാ. ഞാന് വഴിനീളെ അവൾക്ക് ഇഷ്ടപ്പെട്ട ആ കട്ട്ലറ്റ് മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞു. അത് വേണ്ട. ജ്യൂസ് വേണമെങ്കിൽ അത് വേണ്ട. എന്നാൽ ചായ കുടിക്കുക, അത് വേണ്ട. കരിക്ക് മേടിച്ചു കൊടുത്ത് വരാന്നിട്ട് ഒന്നും വേണ്ട. മനസ്സിന് വിഷമമുണ്ടാവും. അതൊന്നുമല്ല ഇപ്പൊ പ്രധാന പ്രശ്നം വേറെയാ. പിന്നെ പ്രശ്നം എന്താന്ന് വെച്ചാല് കനകം പറഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് ഓർക്കുന്നത് തന്നെ ഒരു കാരണവശാലും അവളോട് നമ്മൾ എന്ത് പറ്റിയെന്ന് ചോദിക്കാനോ അല്ലെങ്കിൽ നമ്മളുടെ വിഷമം കാണിക്കാനോ ഒന്നും നിൽക്കരുത്. പെണ്ണിന് മനസ്സിന് വിഷമം തട്ടുമെന്ന്. അവൾക്ക് എന്താന്ന് വെച്ചാലേ ഇത്രയും പൈസ മുടക്കി നമ്മൾ പഠിപ്പിച്ചതല്ലേ, അതിൻ്റെ ഒരു വിഷമമുണ്ട്. ചില പിള്ളേരൊക്കെ ഇങ്ങനെ ആത്മഹത്യയൊക്കെ ചെയ്യാൻ പോകുന്ന അങ്ങനെയൊക്കെ കാണിക്കുന്നു. അതുകൊണ്ട് ഒരു കാരണവശാലും ചോദിക്കരുതെന്നാ പറഞ്ഞേക്കണേ. അതല്ലെന്ന്, പിന്നെ അത് അവളുടെ കുറ്റമല്ല. കനകം പറഞ്ഞപ്പോഴും അത് ഓർക്കണത് ഞാൻ. അടാ സത്യം പല്ലിയലച്ച്. അതായത് നമ്മുടെ രണ്ടുപേരുടെയും ബുദ്ധിയല്ലേ നമ്മുടെ മോക്ക് കിട്ടുള്ളൂ. എന്റെ ബുദ്ധി ഉള്ളതുകൊണ്ടാ ഇത്രയും മാർക്കെങ്കിലും കിട്ടിയത്.